ഡയറി ഫാമർ ഓൺട്രപ്രണർ കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ രാജഗോപാൽ. ഞാൻ ചെങ്ങന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മാമൽസ് എന്നൊരു വാക്ക്. എന്താണ് ഈ മാമൽസ്? കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. പശു ഒരു മാമലാണ്. പശു തൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാല് മനുഷ്യർക്കും വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ്. അതുകൊണ്ട് തന്നെ പശുക്കളെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ പാല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നു. ഏതൊരു ഫാമിലെയും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് മിൽക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിൽക്കിങ്ങും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളുടെ ഈ ക്ലാസ്. ഇത് നമ്മളുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ എല്ലോയായ അണ്ടർസ്റ്റാൻഡ് പ്രീ മിൽക്കിംഗ്, മിൽക്കിംഗ് ആൻഡ് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് മാമറി ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡിൻ്റെ ആന്തരിക ഘടനയൊക്കെയാണ് നമ്മൾ ഒന്നാമത് നോക്കുന്നത്. അടുത്തത് ഫിസിയോളജി ഓഫ് മിൽക്ക് ലെറ്റ് ഡൗൺ. മിൽക്ക് ലെറ്റ് ഡൗൺ എന്ന് വെച്ചാൽ പാല് ചുരത്തുക എന്നാണ്. ചുരത്തുന്നതിൻ്റെ പാല് ചുരത്താൻ നേരം പശുവിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഫിസിയോളജിക്കലായിട്ടുള്ള ആന്തരികമായിട്ടുള്ള പ്രോസസ്സുകളാണ് അതിനകത്ത് പറയുന്നത്. ഈ പാല് ചുരത്തുന്ന പ്രക്രിയയെ തടയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇൻഹിബിഷൻ ഓഫ് മിൽക്ക് ലെറ്റ് ഡൗണിൽ നോക്കുന്നത്. പിന്നെ പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റീസ്, മിൽക്കിംഗ് മെത്തേഡ്സ് ആൻഡ് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റീസ്. പാല് കറക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കറവ രീതികൾ, അതുപോലെ തന്നെ പാല് കറന്നതിന് ശേഷം അകിടുവീക്കം പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ ഈ സെഷനിൽ നോക്കുന്നു. അടുത്തതായിട്ട് സ്ട്രക്ചർ ഓഫ് മാമറി ഗ്ലാൻഡ്. പശുവിന് എത്ര മാമറി ഗ്ലാൻഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എണ്ണമുണ്ട്. ഈ 4 മാമറി ഗ്ലാൻഡുകളെയും ഒരു സിംഗിൾ സ്ട്രക്ചർ ആക്കി വെച്ചിരിക്കുന്നു. അതിനെയാണ് അഡർ എന്ന് പറയുന്നത്. ഈ മാമറി ഗ്ലാൻഡിനെ നമ്മൾ ക്വാർട്ടർ എന്നും പറയുന്നു. അപ്പോൾ 4 സെപ്പറേറ്റ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ 4 സെപ്പറേറ്റ് മാമറി ഗ്ലാൻഡ്സ് ഒരൊറ്റ സ്ട്രക്ചർ അഡർ. അഡറിന് തന്നെ 2 ഹാഫുകളുമുണ്ട്, റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും. ആ റൈറ്റ് ഹാഫിനും ലെഫ്റ്റ് ഹാഫിനകത്തും 2 ക്വാർട്ടർ, ഓരോ ഹാഫിലും 2 ക്വാർട്ടർ വീതം. അപ്പം അങ്ങനെ റൈറ്റ് 4 ക്വാർട്ടർ ഉണ്ട്, ലെഫ്റ്റ് 4 ക്വാർട്ടർ ഉണ്ട്, റൈറ്റ് ഹൈൻഡ് ക്വാർട്ടർ ഉണ്ട്, ലെഫ്റ്റ് ഹൈൻഡ് ക്വാർട്ടർ ഉണ്ട്. ഈ ഓരോ ക്വാർട്ടറിനും ഓരോ ടീറ്റുമുണ്ട്. അപ്പോൾ 4 ടീറ്റുകൾ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടേഴ്സ് തമ്മിൽ ക്രോസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതായത് ഒരു ക്വാർട്ടറിൽ ഉണ്ടാകുന്ന പാല് അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന പാല് മറ്റ് ഗ്ലാൻഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. എന്താണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്? അകിടുവീക്കം വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം. ഏതെങ്കിലും ഒരു ഗ്ലാൻഡിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാർട്ടറിലാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിലും മറ്റു ക്വാർട്ടേഴ്സിലേക്ക് അത് ഉടനെ എത്തിച്ചേരത്തില്ല. രക്തത്തിൽ എത്തിച്ചേരും, പക്ഷെ അല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാരണം മറ്റ് ക്വാർട്ടറിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സ് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കും. പാലുൽപാദനം കുറയത്തില്ല ആ ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അകിടുവീക്കത്തിൻ്റെ പ്രതിരോധ നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി മാമറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇൻഗ്വൈനൽ റീജിയനിലാണ്. അതായത് ആ പിൻകാലുകളുടെ മുൻപിലുള്ള ഭാഗമാണ് ഇൻഗ്വൈനൽ റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് മാമറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. കൊടുത്തിരിക്കുന്ന പടം ശ്രദ്ധിക്കുക. നമുക്ക് കാണാം ആ ലൊക്കേഷൻ ഓഫ് ദ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇൻഗ്വൈനൽ റീജിയനാണ്. ബാക്കിലുള്ള കാലുകളുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ ഭാഗം. അതിൽ തന്നെ 4 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന ക്വാർട്ടറിന് 4 ക്വാർട്ടർ, ബാക്കിലുള്ളത് ഹൈൻഡ് ക്വാർട്ടർ. അതുപോലെ 4 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീറ്റ്സ്, ഓരോ ക്വാർട്ടറിനും ഓരോ ടീറ്റ് ഉണ്ട്. ടീറ്റ് 1, ടീറ്റ് 2, ടീറ്റ് 3, ടീറ്റ് 4. ഇവിടെ ഇങ്ങോട്ട് മാറി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വെയിന് സൂപ്പർഫിഷ്യൽ വെയിൻ ആണ്. അടലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയുടെ ഒരു സൂചകമാണ് ആ വലിയ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെയിന് നമ്മൾ പറയുന്ന പേരാണ് മിൽക്ക് വെയിൻ. അതിനകത്ത് പാലല്ല, ബ്ലഡ് തന്നെയാണ്. പക്ഷേ ആ മിൽക്ക് വെയിനിൻ്റെ സൈസും അതുപോലെ വളഞ്ഞു പുളഞ്ഞൊക്കെ കിടക്കുന്ന മിൽക്ക് വെയിൻ ആണെങ്കിൽ നല്ല പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അനിമൽ ആണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത്. അപ്പോൾ അതൊരു ഡയറി ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡിൻ്റെ വലിപ്പം എപ്പോഴും പാലുൽപാദനവുമായിട്ട് ബന്ധം ഉണ്ടാകണം എന്നില്ല. പക്ഷെ വലിയ അഡർ ആണെങ്കിൽ നാച്ചുറലി സെക്രട്ടറി ടിഷ്യൂ കൂടുതൽ കാണും, പക്ഷെ കണക്റ്റീവ് ടിഷ്യൂവും കൂടുതൽ കാണാം. അതുകൊണ്ട് അത് എപ്പോഴും കോറിലേറ്റ് ചെയ്ത് വരണമെന്നില്ല. പക്ഷെ കൂടുതലായിട്ടും വലിയ അഡർ വരുന്നത് നല്ല പാലുൽപാദനമുള്ള
അനിമൽസിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡെയറി ക്യാരക്ടറായിട്ട് അതും നമ്മൾ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീത്ത്സ് ഒക്കെ നല്ല വെൽ പ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മിൽക്കിംഗ് മെഷീനൊക്കെ ഘടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്തരം ഡെയറി ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് അനിമൽസിനെ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് അഡർ ആണ്. അഡർ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് അഡറിന്റെ ഭാരം കൂടി വരികയും ഏതാണ്ട് ഒരു ഹോൾസ്റ്റീൻ ഫ്രീഷ്യന്റെ അഡറിന് 50 കിലോയോളം ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ഭാരമുള്ള ഒരു വസ്തുവിനെ ശരീരത്തിന് പുറത്തായിട്ട് ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് മീഡിയൻ സസ്പെൻസറി ലിഗമെന്റ്. ഈ ലിഗമെന്റ് പടം ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ നടുക്കായിട്ട് കാണുന്ന ആ ഒരു ലിഗമെന്റ് ആണ് മീഡിയൻ സസ്പെൻസറി ലിഗമെന്റ്. ഈ ലിഗമെന്റ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ അഡറിനെ ആ പൊസിഷനിൽ നിലനിർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ലിഗമെന്റ് തന്നെയാണ് അതിനെ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആയിട്ട് അഡറിനെ ഡിവൈഡ് ചെയ്യുന്നത്. മറ്റൊരു ലിഗമെന്റ് ആണ് ലാറ്ററൽ സസ്പെൻസറി ലിഗമെന്റ്. ഈ ലിഗമെന്റ് സൈഡിലായിട്ടാണ് കാണുന്നത്, രണ്ട് സൈഡിലായിട്ടും ലിഗമെന്റ്സ് കാണുന്നുണ്ട്. ആ ലിഗമെന്റ് ഈ അഡറിന്റെ ടിഷ്യൂവിനകത്തേക്ക് ചെറിയ ചെറിയ പാളികളും കൊടുക്കുകയും ചെയ്യും. അപ്പം അഡറിന്റെ ആകെക്കൂടെ ഉള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മീഡിയൻ സസ്പെൻസറി ലിഗമെന്റ് ആണ്. അത് കുറച്ചുകൂടെ ഫൈബ്രസ് ആണ്, നോൺ ഇലാസ്റ്റിക് ആണ്, രണ്ട് സൈഡിലായിട്ടാണ് അത് കാണുന്നത്. അതേസമയം മീഡിയൻ സസ്പെൻസറി ലിഗമെന്റ് നടുക്കായിട്ട് കാണുന്ന ഇലാസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് മീഡിയൻ സസ്പെൻസറി ലിഗമെന്റ്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ പശുവിന്റെ അഡർ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഹോക്ക് ജോയിന്റിന്റെ മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ സസ്പെൻസറി ലിഗമെന്റ്സ് വീക്ക് ആകുകയാണെങ്കിൽ അഡർ കുറച്ചുകൂടെ താഴേക്ക് പോവുകയും ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അഡറിന്റെ താഴേക്ക് ടീറ്റ് ഒക്കെ താഴെ മുട്ടുന്ന തരത്തിലേക്ക് പോകാറുണ്ട്. അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ലിഗമെന്റ്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്ത് സാധാരണ ഒരു പശു ആണെന്നുണ്ടെങ്കിൽ ആ ഹോക്ക് ജോയിന്റിന്റെ മുകളിലായിട്ട് വേണം അഡർ നിൽക്കാൻ. അതേസമയം ഈ ലിഗമെന്റ്സ് ബ്രേക്ക് അല്ലെങ്കിൽ റപ്ചർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഡർ ഒത്തിരി താഴേക്ക് പോവുകയും താഴെയുള്ള എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഷെഡിന്റെ സർഫസും ഒക്കെ ആയിട്ട് ടീറ്റിൽ കോണ്ടാക്ട് വരികയും ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് കയറി മാസ്റ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ടീറ്റിന്റെ പ്ലേസ്മെന്റ് ഒക്കെ മാറുകയും മിൽക്കിംഗ് മെഷീൻ ഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും ഇത്തരം പശുക്കളിൽ. അപ്പോൾ അഡറിന്റെ ആ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിന്റെ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇല്ലെന്നുണ്ടെങ്കിൽ അത്തരം പശുക്കൾക്ക് മാസ്റ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും മിൽക്കിംഗ് മെഷീൻ ഘടിപ്പിക്കാൻ അല്ലെങ്കിൽ മിൽക്കിംഗ് ബുദ്ധിമുട്ടുണ്ടാകുകയും അത് കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ള മിൽക്കിംഗ് നടക്കുകയും അതും മാസ്റ്റൈറ്റിസിന് ഒരു കാരണമായിട്ട് ഭവിക്കുകയും ചെയ്യാം. അപ്പോൾ ലിഗമെന്റ്സ് വീക്ക് ആവുകയാണെങ്കിൽ ക്ലീനിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഈ പറഞ്ഞ അഡർ എപ്പോഴും ഡേർട്ടി ആയിരിക്കും. മിൽക്കിംഗ് ഡിഫിക്കൽറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, മിൽക്കിംഗ് മെഷീൻ ഘടിപ്പിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, റിസ്ക് ഓഫ് ഇഞ്ചുറി ടു അഡറിന് മുറിവുകളൊക്കെ ഉണ്ടാവുക, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് മാസ്റ്റൈറ്റിസിനുള്ള സാധ്യത, ക്രോണിക് മാസ്റ്റൈറ്റിസിനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അഡറിൻ്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അഡർ ഹോക്ക് ജോയിന്റ് മുകളിലാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് അഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചർ സെക്രീറ്ററി പാർട്ട് ഓഫ് അഡറിനകത്ത് വരുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞ ആൽവിയോലസ് അല്ലെങ്കിൽ ആൽവിയോലൈ, പ്ലൂറലാണ് ആൽവിയോലൈ. ഇത് ചെറിയ നമ്മൾ ലങ്സ് ഒക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും ആൽവിയോലസ്, ഏതാണ്ട് അതുപോലെ തന്നെയുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടെയും. അപ്പോൾ അത് ചെറിയ സഞ്ചി പോലത്തെ സ്ട്രക്ചറുകളാണ്, ഗ്രൂപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകും, ഒരു മുന്തിരിക്കൊല ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ആ ആൽവിയോലയ്ക്കകത്ത് ഒരൊറ്റ ലെയർ ഓഫ് എപ്പിത്തീലിയം, സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയം ആയിരിക്കും. ആ എപ്പിത്തീലിയം ആയിരിക്കും പാല് ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്ലഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ച് ആ എപ്പിത്തീലിയത്തിനകത്ത് മറ്റു ചില പാലിൽ കാണുന്ന സവിശേഷമായ വസ്തുക്കളൊക്കെ സെക്രീറ്റ് ചെയ്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആ സെക്രീറ്ററി എപ്പിത്തീലിയം ആയിരിക്കും. അതിരിക്കുന്നത് ആൽവിയോലയ്ക്കകത്താണ്. എന്നിട്ട് അതിനകത്തൊരു സെൻറ്റർ, ആ എപ്പിത്തീലിയം കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒരു ക്യാവിറ്റി ആയിരിക്കും. ആ ക്യാവിറ്റിക്ക് അകത്തോട്ടായിരിക്കും പാല് ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യുന്നത്. ആൽവിയോലയ്ക്കകത്തുള്ള ആ പാല് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കൺട്രാക്ഷൻ കൊടുക്കണം. ആ കൺട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽവിയോലയുടെ പുറത്ത് മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക തരം മസിൽ സെൽസ് കൂടിയുണ്ട്. അപ്പോൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പാല് പുറത്തേക്ക് ആൽവിയോലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ സമയത്ത് പുറത്തേക്ക് വരുന്നു. ഈ ആൽവിയോലൈ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. ലക്ഷക്കണക്കിന് ആൽവിയോലൈ ആ ഒരു ക്വാർട്ടറിനകത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഏതാണ്ട് ഒരു 150 മുതൽ 200 ആൽവിയോലൈ ചേർന്നിട്ട് ഒരു ലോബ്യൂൾ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ കുറേ ലോബ്യൂളുകൾ ചേർന്ന് ഒരു ലോബായിട്ടും മാറിയിരിക്കുന്നു.
ഇത്രയാണ് അഡറിൻ്റെ സ്ട്രക്ചർ. സബ്സ്റ്റൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ട്രക്ചേഴ്സ്. ഇനി ആൽവിയോളയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആൽവിയോള എന്ന് പറയുന്നത്. ആ ആൽവിയോളയ്ക്കകത്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയം ഉണ്ട്. ആ എപ്പിത്തീലിയത്തിൻ്റെ സൈഡിലായിട്ട് ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഇതിന് ചുറ്റും നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാകും. ബ്ലഡ് വെസൽസിൻ്റെ ഒരു കാപ്പിലറി നെറ്റ്വർക്ക് തന്നെ ഉണ്ടാകും ഓരോ ആൽവിയോളയുടെ പുറത്തും. അതുപോലെ തന്നെ ആൽവിയോളയുടെ പുറത്ത് മറ്റ് ചില ഒരു പ്രത്യേകതരം മസിൽ സെൽസ് നമുക്ക് കാണാം. അതിങ്ങനെ അതിനെ ചുറ്റിയിരിക്കുകയാണ്. ആ മസിൽ സെൽസിനെയാണ് നമ്മൾ മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനകത്തൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസ് ഒക്കെ ആൽവിയോളെ അബ്സോർബ് ചെയ്തെടുക്കുകയും ആ ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ച് ഈ എപ്പിത്തീലിയത്തിനകത്ത് പാൽ ഉണ്ടാവുകയും ആ ഉണ്ടായ പാല് ഈ ക്യാവിറ്റിക്കകത്തേക്ക് സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിൽക്ക് ലെറ്റ് ഡൗൺ സമയത്ത് ഈ മയോ എപ്പിത്തീലിയൽ സെൽസ് കൺട്രാക്ട് ചെയ്യുകയും ആ പാല് ഡക്റ്റുകളിലേക്ക്, ഈ ആൽവിയോളയുടെ തന്നെ ഡക്റ്റിനെയാണ് നമ്മൾ ടെർമിനൽ ഡക്റ്റ് എന്ന് പറയുന്നത്, ആ ഡക്റ്റ് വഴി മറ്റ് ഡക്റ്റിലേക്ക് പോവുകയും അവസാനം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൽവിയോളയ്ക്ക് ചുറ്റും തന്നെ ഉള്ളത്. മയോ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ കാപ്പിലറി നെറ്റ്വർക്കും ഉണ്ട്. ഇനി അടുത്തത് ഈ ഉണ്ടായ പാല് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പാലിനെ പുറത്തേക്ക് ആൽവിയോളയിൽ നിന്നും കണക്ട് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ഡക്റ്റ് സിസ്റ്റം, ഒരു എക്സ്റ്റെൻസീവ് ഡക്റ്റ് സിസ്റ്റം, ഒരു മരം പോലെ ഇരിക്കും. വളരെ ചെറിയ ചെറിയ ഡക്റ്റുകളെല്ലാം ചേർന്ന് വലിയ ഡക്റ്റുകളാക്കി വലിയൊരു നെറ്റ്വർക്ക് പോലെയാണ് ആ ഡക്റ്റ് സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ ആൽവിയോളയുടെ തന്നെ ഡക്റ്റിനെയാണ് ടെർമിനൽ ഡക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ടെർമിനൽ ഡക്റ്റ് ലോബിനകത്തും ഒക്കെ ചെറിയ ചെറിയ ഡക്റ്റുകളാക്കി മാറിയിട്ട് പല പല ആൽവിയോളയുടെ ഡക്റ്റുകൾ എല്ലാം കൂടെ ചേർന്ന് വലിയ ഡക്റ്റുകളാക്കി, ലാർജർ ഡക്റ്റുകളാക്കി മാറുന്നു. എന്നിട്ട് ആ ലാർജർ ഡക്റ്റ് രണ്ട് ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ഗ്ലാൻഡിനകത്ത് തന്നെയുള്ള ഒരു ക്യാവിറ്റിയാണ് ഗ്ലാൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ ഡക്റ്റുകളെല്ലാം ഗ്ലാൻഡ് സിസ്റ്റേണിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതും അവിടെയും പാല് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കളക്ടിങ് വെസലാണ് ഗ്ലാൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. ഏതാണ്ട് 400 ml പാല് ഒരു ഗ്ലാൻഡ് സിസ്റ്റേണിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡ് സിസ്റ്റേൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ടീറ്റ് ആണ്. അപ്പോൾ ആ ഗ്ലാൻഡ് സിസ്റ്റേൺ ഈസ് കണ്ടിന്യൂസ് വിത്ത് ടീറ്റ് സിസ്റ്റേൺ. ഗ്ലാൻഡ് സിസ്റ്റേണും ടീറ്റ് സിസ്റ്റേണും അങ്ങനെ രണ്ട് കളക്ടിങ് സ്പേസസ് ആണ് അഡറിനകത്തുള്ളത്. ഗ്ലാൻഡിനകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ആ അഡറിനകത്ത് തന്നെയുള്ള ഗ്ലാൻഡ് സിസ്റ്റേണും ടീറ്റിനകത്തുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ടീറ്റ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ആൽവിയോലയിൽ ഉണ്ടാകുന്ന പാല് ചെറിയ ഗ്ലാൻഡുകൾ വഴി വലിയ ഗ്ലാൻഡുകളിലെത്തി വലിയ ഗ്ലാൻഡുകൾ ഗ്ലാൻഡ് സിസ്റ്റേണിലേക്ക് ഓപ്പൺ ചെയ്യുകയും ഗ്ലാൻഡ് സിസ്റ്റേണിനകത്ത് പാല് നിറയുകയും ആ ഗ്ലാൻഡ് സിസ്റ്റേൺ ടീറ്റ് സിസ്റ്റേൺ അല്ലെങ്കിൽ ടീറ്റിനകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മാമറി ഗ്ലാൻഡിന്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് ഒരു ലോബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയ സ്ട്രക്ചേഴ്സ് ആണ് ആൽവിയോളെ. അങ്ങനെ ചെറിയ ചെറിയ സ്പേസസ് ആയിട്ട് ഇവിടെ കാണുന്നതൊക്കെ ആൽവിയോളയാണ്. ഈ ആൽവിയോളെ എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ലോബ്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലോബ്യൂള്, ഇത് മറ്റൊരു ലോബ്യൂള്, ഇത് വേറെ ലോബ്യൂള്, ഇത് മറ്റൊരു ലോബ്യൂള്. അങ്ങനെ ഈ ലോബ്യൂളുകൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ലോബായിട്ട് മാറുന്നു. അങ്ങനെ ഒത്തിരി ലോബുകൾ ഒരു ക്വാർട്ടറിനകത്ത് തന്നെ ഉണ്ടാകും. ഇതൊരു ലോബാണ്, ഇത് മറ്റൊരു ലോബാണ്. അപ്പം അങ്ങനെ ലോബുകൾക്കകത്ത്, ലോബ്യൂളിനകത്ത് ആൽവിയോളയുടെ കൂട്ടമാണ് നമുക്ക് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡക്റ്റുകളുണ്ട്. ഈ ലോബുകളിൽ നിന്ന് വരുന്ന ഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഈ ലോബിൽ നിന്നുള്ള ഡക്റ്റും ഈ ലോബിൽ നിന്നുള്ള ഡക്റ്റും എല്ലാം കൂടെ ചേർന്ന് വലിയ ഡക്റ്റുകളാകുന്നു. ആ ഡക്റ്റുകൾ എങ്ങോട്ട് വന്ന് ഓപ്പൺ ചെയ്യുന്നു? ഗ്ലാൻഡ് സിസ്റ്റേൺ. ഒരു കളക്ടിങ് സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഗ്ലാൻഡിനകത്ത്. ആ ഗ്ലാൻഡ് സിസ്റ്റേണിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഗ്ലാൻഡ് സിസ്റ്റേൺ ടീറ്റ് സിസ്റ്റേണിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചേംബറായിട്ടാണ് ടീറ്റ് സിസ്റ്റേൺ. ടീറ്റ് സിസ്റ്റേൺ ടീറ്റിനകത്തും ഗ്ലാൻഡ് സിസ്റ്റേൺ ഗ്ലാൻഡിനകത്തുമാണ് കാണുന്നത്. ഈ ഗ്ലാൻഡ് സിസ്റ്റേണും ടീറ്റ് സിസ്റ്റേണും ഡക്റ്റുകളും ആൽവിയോളയുടെ അകത്തെ സ്പേസും ഒക്കെ മിൽക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ് ആണ്. അപ്പം ആൽവിയോളാർ എപ്പിത്തീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് ഈ സ്പേസസിനകത്തെല്ലാം സ്റ്റോർ ചെയ്ത് ലെറ്റ് ഡൗൺ സമയത്തിന് മുൻപ് വരെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് ഈ സ്പേസസ് എല്ലാം പാല് വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ പിന്നെ താഴേക്ക് ടീറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അടുത്തതായിട്ട് ടീറ്റിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ മാമറി ഗ്ലാൻഡിനും ഓരോ ടീറ്റ് ഉണ്ട്. ആ ടീറ്റ് ആണ് മാമറി ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാല് പുറത്തേക്ക് വരാനുള്ള ഒരേ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു പുറത്തേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ടീറ്റാണ്. അതൊരു വളരെ റിച്ച് ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈയും ഒക്കെ ഉള്ള ഭാഗമാണ്. ഹെയർലെസ് സ്കിന്നായിരിക്കും. അതുപോലെ ടീറ്റിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്ട് 40 ml
മിൽക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടീറ്റിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് ടീറ്റ് ഓറിഫിസ് എന്ന് പറയുന്നത്. ആ ടീറ്റ് ഓറിഫിസിന് മുകളിലായിട്ട് ഒരു ചെറിയ കനാൽ ഉണ്ട്, അതിനെ സ്ട്രീക്ക് കനാൽ എന്ന് പറയുന്നു. ഈ ടീത്ത് കനാലിനകത്തും കുറച്ച് സാധാരണയായിട്ട് ടീത്ത് കനാലിൽ സ്ട്രീക്ക് കനാലിലുള്ള ആ പാല് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ഈ ബാക്ടീരിയ ഈ സ്ട്രീക്ക് കനാൽ വഴി ആയിരിക്കും അടറിനകത്തേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ സ്ട്രീക്ക് കനാലിന് വളരെയധികം പ്രൊട്ടക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പശുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ടീറ്റിന് ഒരു അപ്പിയറൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല ഒരു ടീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ഒക്കെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഇമ്മ്യൂൺ മെക്കാനിസംസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീറ്റുള്ള അനിമൽസ് ആണെങ്കിൽ മാസ്റ്റൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് മാസ്റ്റൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ടീറ്റിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇപ്പൊ പശു താഴെയൊക്കെ കിടക്കുന്ന സമയത്ത് ടീറ്റും അഡറും ഒക്കെ താഴത്തെ സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ടീറ്റ് ഓറിഫിസിൻ്റെയും ആ സ്ട്രീക്ക് കനാലിൻ്റെ അവിടെയൊക്കെ നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? സ്ഫിങ്ക്റ്റർ മസിൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം മസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ഫിങ്ക്റ്റർ മസിൽ ചുരുങ്ങിയിരിക്കുമ്പോൾ ഈ സ്ട്രീക്ക് കനാലിൻ്റെ ഓപ്പണിങ് അടഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ബാക്ടീരിയക്കൊന്നും അകത്തേക്ക് കയറാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രീക്ക് കനാൽ ഈസ് ഗാർഡഡ് ബൈ കെരറ്റിനൈസ്ഡ് എപ്പിത്തീലിയൽ സെൽസ്. ആ സ്ട്രീക്ക് കനാലിൻ്റെ എപ്പിത്തീലിയം വളരെ തിക്കൻഡ് ആയിരിക്കും. കെരാറ്റിൻ പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് തിക്കൻഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം ആയിരിക്കും. അത് ഫോൾഡഡ് ആയിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ബാക്ടീരിയക്ക് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ആ കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സബ്സ്റ്റൻസ് കൂടിയാണ്. അതുകൊണ്ട് ബാക്ടീരിയകളെ നശിപ്പിക്കാനും ആ കെരാറ്റിന് സാധിക്കും. അപ്പോൾ അത് മറ്റൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പിന്നെ മറ്റൊരെന്ന് വെച്ചാൽ റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മടക്കുകളുണ്ട്. ആ സ്ട്രീക്ക് കനാലിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗ് കാണുന്നത്. അത് അവിടുത്തെ മ്യൂക്കസ് മെംബ്രെയിന് ഫോൾഡഡ് ആയിട്ടായിരിക്കും, മ്യൂക്കോസൽ ഫോൾഡുകളായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ടീരിയക്ക് അകത്തേക്ക് കയറാൻ പറ്റാതിരിക്കും. മാത്രമല്ല അത് കുറച്ച് WBCs ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് ബാക്ടീരിയ അകത്തേക്ക് കയറാതെ നോക്കുകയും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ മിൽക്കിങ്സ് പാല് പുറത്തേക്ക് വരാതിരിക്കാനും ലീക്കേജ് ഓഫ് മിൽക്ക് തടയുന്നതും ഈ റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗും അതുപോലെ തന്നെയുള്ള ആ സ്ട്രീക്ക് കനാലിൻ്റെ ആ ഭാഗത്തുള്ള സ്ഫിങ്ക്റ്റർ മസിൽസുമാണ്. ഈ രണ്ട് ഭാഗങ്ങളാണ് ലീക്കേജ് ഓഫ് മിൽക്ക് തടയുന്നതും അതുപോലെ തന്നെ മറ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും ഗ്ലാൻഡിനകത്തേക്ക് കയറാതിരിക്കാനും നോക്കുന്നത്. പിന്നെ മറ്റ് അടറിലുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് പാഡ് ഉണ്ട്. ഈ എപ്പിത്തീലിയൽ ഗ്രോത്തിന് ഫാറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫാറ്റ് സ്റ്റോറേജ് ആണ് ഫാറ്റ് പാഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആൽവിയോളെയൊക്കെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നത് അതിൻ്റെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിന് ചുറ്റുമുള്ള ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ കാപ്പിലറി ബ്ലഡ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒത്തിരി ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബ്ലഡിൽ നിന്നാണ് ന്യൂട്രിയൻസ് ഒക്കെ എടുത്തിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ പാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ടീറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ടീറ്റ് സൈനസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ടീറ്റ് സൈനസ് എന്ന് പറയുന്നത്. അതിനകത്ത് പാല് വന്ന് നിറയുന്നു. അതിനുശേഷം ടീറ്റിൻ്റെ ഒറിഫിസ് ഉണ്ട്. ആ ടീറ്റ് സൈനസിൻ്റെയും ടീറ്റ് ഒറിഫിസിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കനാലുണ്ട്. അതാണ് സ്ട്രീക്ക് കനാൽ എന്ന് പറയുന്നത്. ആ സ്ട്രീക്ക് കനാലിനുള്ള പ്രൊട്ടക്ഷനാണ് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന സ്ഫിങ്ക്റ്റർ മസിൽസ്. റെഡ് കളർ നിങ്ങൾക്ക് കാണാം, ആ സ്ഫിങ്ക്റ്റർ മസിൽസ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചില ഫോൾഡുകൾ, ചില മടക്കുകളുണ്ട്. ആ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മടക്കുകളുണ്ട് സ്ട്രീക്ക് കനാലിൻ്റെ മുകളിലായിട്ട്. ആ മടക്കുകളെയാണ് റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗ്, നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗ് ആണ്. ഈ സ്ട്രക്ചേഴ്സ് എല്ലാമാണ് ബാക്ടീരിയയെ പുറത്തു നിന്ന് ഇതിനകത്തേക്ക് കയറാതെ നോക്കുന്നത്. ഈ സ്ഫിങ്ക്റ്റർ മസിലും അതുപോലെ തന്നെ റോസെറ്റ് ഓഫ് ഫെസ്റ്റൻബർഗും അതുപോലെ ആ സ്ട്രീക്ക് കനാലിനകത്തുള്ള കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം, വളരെ കട്ടിയുള്ള ഒരു ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ് കെരാറ്റിൻ. ആ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം ഒക്കെ ബാക്ടീരിയ ശരീരത്തിനകത്തേക്ക് കയറാതെ നോക്കുന്നു.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ ന്യൂമററി ടീത്ത്. ചില 4 ടീത്തിന് കൂടാതെ അല്ലെങ്കിൽ എക്സ്ട്രാ നമ്പർ ഓഫ് ടീത്ത്സ് ചിലപ്പോൾ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ടീത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസ്റ്റൈറ്റിസ് ഒക്കെ ഉണ്ട്. കാരണം അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് മിൽക്കിംഗ് ഒന്നും ആ ടീത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം മാസ്റ്റൈറ്റിസിനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ഇത്തരം ടീത്ത്സിനെ നമ്മൾ ഏതാണ്ട് 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ അത്തരം ടീത്ത്സിനെ റിമൂവ് ചെയ്യുക. അതിനെയാണ് സൂപ്പർ ന്യൂമററി ടീത്ത് എന്ന് പറഞ്ഞാൽ. അത് ഒന്നെങ്കിൽ സെപ്പറേറ്റ് ഒരു ടീത്തായിട്ട് തന്നെ കാണും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ടീത്തായിട്ട് തന്നെ കാണാം. അതല്ലെങ്കിൽ ഉള്ള ടീത്തിൻ്റെ ഒരു തിക്കനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റേസ്ഡ് പോർഷൻ ആയിട്ട് ടീത്തിനകത്തും കാണാം. ഇത് സൂപ്പർ ന്യൂമററി ടീത്ത് തന്നെയാണ്. ഇത്തരം ടീത്തുകൾ റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അത് 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടും. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. അടുത്തത് ഫിസിയോളജി ഓഫ് മിൽക്ക് ലെറ്റ് ഡൗൺ ആണ്. ലെറ്റ് ഡൗൺ എന്ന് വെച്ചാൽ പാല് ചുരത്തുക. ഇതൊരു ന്യൂറോ ഹോർമോണൽ റിഫ്ലക്സ് ആക്ഷൻ ആണ്. 3 കാര്യങ്ങളുണ്ട്. അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ്, 2 നെർവ്സ് ഇൻവോൾവ് ആണ്, 3 ഹോർമോൺസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇത് ഈ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില ട്രിഗേഴ്സ് ഉണ്ടാകണം. അത് സക്ലിംഗ് ഓഫ് കാഫ് ആകാം, അഡർ സ്റ്റിമുലേഷൻ ബൈ മിൽക്കർ, പാല് കറക്കാൻ നേരം അഡറിൽ പിടിക്കുന്നതാകാം, അതുപോലെ തന്നെ സൈറ്റ് ഓഫ് കാഫ്, സൗണ്ട് ഓഫ് മിൽക്കിംഗ് മെഷീൻ. ഇതെല്ലാം ആ ഒരു റിഫ്ലക്സിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രഷർ റിസപ്റ്റേഴ്സ് ഓഫ് ടീത്ത് ആക്ടിവേറ്റഡ് ആകുന്നു. ആ പ്രഷർ റിസപ്റ്റേഴ്സിൽ നിന്നും ഒരു നെർവ് ഇമ്പൾസ് ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിനിൽ അത് ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറിയിലും എത്തുന്നു. പിറ്റ്യൂട്ടറിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണായ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഓക്സിറ്റോസിൻ ആണ് മിൽക്ക് ലെറ്റ് ഡൗൺ സാധ്യമാക്കുന്നത്. ഈ ഓക്സിറ്റോസിൻ ബ്രെയിനിൽ നിന്നും ഹാർട്ട് അല്ലെങ്കിൽ ഹാർട്ടിലെത്തി ബ്ലഡ് സർക്കുലേഷൻ വഴി അതെവിടെ എത്തുന്നു? മാമറി ഗ്ലാൻഡിൽ എത്തുന്നു. മാമറി ഗ്ലാൻഡിൽ എത്തിയ ഓക്സിറ്റോസിൻ, നമ്മൾ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ മയോ എപ്പിത്തീലിയൽ സെൽസ് എന്നൊരു പ്രത്യേക മസിൽ സെൽസിനെ കുറിച്ച് പറഞ്ഞു. അത് ആൽവിയോളയെ പൊതിഞ്ഞ്, ഓരോ ആൽവിയോളയും പൊതിഞ്ഞിരിക്കുകയാണ് ആ മയോ എപ്പിത്തീലിയൽ സെൽസ്. ആ മയോ എപ്പിത്തീലിയൽ സെൽസ് കൺട്രാക്ട് ചെയ്യുന്നു. ആ കൺട്രാക്ഷൻ്റെ ഫലമായിട്ട് ആൽവിയോലയിൽ ഉണ്ടായ പാല് ഈ പറഞ്ഞ ഡക്റ്റുകളിലേക്കും സൈനസുകളിലേക്കും അതിൽ നിന്ന് ടീത്തിലേക്കും ഫൈനലി പുറത്തേക്കും എത്തുന്നു. അപ്പോൾ ആ മയോ എപ്പിത്തീലിയൽ സെൽസിൻ്റെ കൺട്രാക്ഷനാണ് പാല് പുറത്തേക്ക് വരുത്തുന്നത്. ആ മയോ എപ്പിത്തീലിയൽ സെൽസിൻ്റെ കൺട്രാക്ഷനെ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. ആ ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് മിൽക്കിങ്ങിനെ ബാധിക്കും. മിൽക്ക് ലെറ്റ് ഡൗൺ നടക്കത്തില്ല. ഓക്സിറ്റോസിൻ ഇല്ലെങ്കിൽ മിൽക്ക് ലെറ്റ് ഡൗൺ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സീക്വൻസുകളൊക്കെ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളതാണ് മിൽക്ക് ലെറ്റ് ഡൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഈ ഓക്സിറ്റോസിൻ്റെ ആക്ഷൻ ഏതാണ്ട് 5 മുതൽ 7 മിനിറ്റ് വരെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മിൽക്കിങ് ആ 5 to 7 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് മിൽക്കിംഗ് ആയിരിക്കും. അത് മാസ്റ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മിൽക്ക് ലെറ്റ് ഡൗൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ പ്രൊഡക്ഷനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ലെറ്റ് ഡൗണിനെയും ബാധിക്കും. സ്ട്രെസ് ഉള്ള സമയത്ത് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹോർമോൺ ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലും ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷന് ഇൻഹിബിറ്റഡ് ആകും. അൺഫേവറബിൾ ക്ലൈമറ്റ്, ചൂട് വല്ലാതെ കൂടിയിരിക്കുക, അതുപോലെ റഫ് ഹാൻഡിലിംഗ്, സഡൻ നോയ്സ്, പെട്ടെന്ന് ഉള്ള ശബ്ദം, ഇൻകൺസിസ്റ്റൻറ്റ് മിൽക്കിംഗ് റുട്ടീൻ. കൗസ് എന്ന് പറയുന്നത് ദേ ആർ ആനിമൽസ് ഓഫ് ഹാബിറ്റ്. അതുകൊണ്ട് അവർക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റുട്ടീന്, സ്ഥിരമായിട്ടൊരു സ്ഥലം, സമയം, സ്ഥിരമായിട്ട് കറക്കുന്ന ആൾ, അപ്പം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് മിൽക്ക് ലെറ്റ് ഡൗണിനെ ബാധിക്കാറുണ്ട്. പിന്നെ മിൽക്കിംഗ് മെഷീൻ്റെ സെറ്റപ്പിന് എന്തെങ്കിലും മാറ്റങ്ങൾ, വാക്വത്തിൻ്റെ മാറ്റങ്ങൾ, അപ്പോൾ അതൊക്കെ മിൽക്ക് ലെറ്റ് ഡൗണിനെ ബാധിക്കാം. പിന്നെ അനിമൽ ഹെൽത്ത് പ്രോബ്ലംസ്, അതിന് ടീത്തിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസോ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്സിറ്റോസിൻ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. ഡിക്രീസ് ലെറ്റ് ഡൗൺ ഈസ് സീൻ ഇൻ പ്രൈമിപാരസ് കൗസ് ഇൻ പോസ്റ്റ് പാർട്ടം പീരിയഡ്. പ്രൈമിപാരസ് കൗ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പ്രസവിച്ച പശു. അപ്പോൾ അത് പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള സമയത്തൊക്കെ മിൽക്ക് ലെറ്റ് ഡൗൺ പ്രോബ്ലം കാണിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. റിമൂവൽ ഓഫ് കാഫ്സ് ലേറ്റർ ഇൻ ദ ലാക്ടേഷൻ പീരിയഡ്. ആദ്യമേ പശുക്കുട്ടിയെ മാറ്റിയാൽ കുഴപ്പമില്ല. പക്ഷേ പശുക്കുട്ടിയെ വെച്ച് കറന്ന് ശീലിച്ച ഒരു പശുവിന് പെട്ടെന്ന് പശുക്കുട്ടിയെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മിൽക്ക് ലെറ്റ് ഡൗണിനെ ബാധിക്കും. സക്ലിംഗ് ബൈ എൻ ഏലിയൻ കാഫ്, അത് മറ്റൊരു പശുവിൻ്റെ കുട്ടി വന്ന്
സക്കിൾ ചെയ്യുവാണെങ്കിൽ അത് മിൽക്ക് ലെറ്റ് ഡൗൺ ബാധിക്കും. അതുപോലെ റീലൊക്കേഷൻ, മിൽക്കിംഗ് ഇൻ എൻ അൺനോൺ പ്ലേസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ദേ ആർ അനിമൽസ് ഓഫ് ഹാബിറ്റ്. അപ്പോൾ അത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മിൽക്കിംഗ് കൗ ഇൻ ദ പ്രസൻസ് ഓഫ് കാഫ്, പശുക്കുട്ടിയുടെ പ്രസൻസിൽ മിൽക്ക് ചെയ്യാൻ പോവുക. അതുപോലെ ഫീഡിങ് കൗസ് ബിഫോർ മിൽക്കിംഗ്, കറക്കുന്നതിന് മുൻപ് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ മിൽക്കിങ്ങിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മിൽക്ക് ലെറ്റ് ഡൗണിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ ആ ഓക്സിറ്റോസിൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിൽക്ക് ലെറ്റ് ഡൗണിനെ ബാധിക്കും. അടുത്തായിട്ട് പ്രീ മിൽക്കിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് പാല് കറക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൽ ആദ്യത്തേത് മിൽക്കേഴ്സ് ഹൈജീൻ. കറവക്കാരൻ നല്ല ശുചിത്വമുള്ള ആളായിരിക്കണം. പറഞ്ഞ പോലെ പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നഖമൊക്കെ നന്നായിട്ട് വെട്ടി, അതല്ലെങ്കിൽ അതെല്ലാം മാസ്റ്റൈറ്റിസിനുള്ള സാധ്യതകൾ കൂട്ടും. വാഷ് ഹാൻഡ്സ് വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, എന്തെങ്കിലും ഒരു മൈൽഡ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് കൈ കഴുകുക. കറക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്ലൗസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് മിൽക്കറിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ കൗവിന്റെ പ്രൊട്ടക്ഷനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് അഡർ ആൻഡ് ഫോർ സ്ട്രിപ്പിംഗ്. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ സമയം തന്നെ മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ മിൽക്ക് ലെറ്റ് ഡൗണിനുള്ള ആ ഒരു ട്രിഗർ കൊടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാല് പിഴിഞ്ഞ്, നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് ദ ആർഡർ പറഞ്ഞു ആ ടീറ്റ് സ്ട്രീക്ക് കനാലിലുള്ള ആ ഒരു പാലെന്ന് പറയുന്നത് കണ്ടാമിനേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3-4 സ്ട്രിപ്സ് ഓഫ് മിൽക്ക് നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യും. അതിനെയാണ് ഫോർ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഫോർ മിൽക്ക് സ്ട്രിപ്പ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഫോർ സ്ട്രിപ്പ്. അത് താഴോട്ട് ഒഴിക്കാതെ അതിന് പകരം ഈ കാണുന്ന പോലത്തെ സ്ട്രിപ്പ് കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ട്രിപ്പ് കപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ക്വാളിറ്റി ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ പാല് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ആ പാലിന്റെ ക്വാളിറ്റീസ് ഒക്കെ നോക്കാവുന്നതാണ്. അതിന് എന്തെങ്കിലും നിറ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അകിടുവീക്കം ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് വാഷ് ദ ടീത്ത് ആൻഡ് അഡർ വിത്ത് ആൻ അഡർ വാഷ് സൊല്യൂഷൻ. അതായത് ഒരു മൈൽഡ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ് ഉപയോഗിച്ച് അകിടൊന്ന് കഴുകിയാൽ നല്ലതാണ്. അതുപോലെ തന്നെ ടീത്തും കഴുകുക. അപ്പോൾ അതിന് വേണ്ടി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 0.5 grams ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡൈലൂട്ടഡ് ഇൻ 5 liters ഓഫ് വാട്ടർ. ഇതേ സൊല്യൂഷൻ തന്നെ നമുക്ക് മിൽക്കറിന്റെ ഹാൻഡ് കഴുകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൈ കഴുകാനും ഉപയോഗിക്കാം. കൂടുതൽ സർഫസിൽ വെറ്റിയായിരിക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡ്രിപ്പ് ചെയ്ത് നമ്മുടെ പാലിനകത്തോട്ട് അല്ലെങ്കിൽ മിൽക്കിംഗ് മെഷീനിന്റെ കപ്പിനകത്തോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മിൽക്കിന്റെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ കഴുകിയതിന് ശേഷം ഡിസ്പോസിബിൾ ടവൽസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടവലൊക്കെ ഉപയോഗിച്ച് അത് ശരിക്കും ഡ്രൈ ആക്കണം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോസസ്സാണ് ടീ ടിപ്പിംഗ് അല്ലെങ്കിൽ പ്രീ ഡിപ്പിംഗ്. അതിനകത്ത് നമ്മൾ ഒരു ആന്റിസെപ്റ്റിക് സൊല്യൂഷനകത്ത് ടീറ്റിന്റെ മുഴുവൻ ഭാഗവും നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണത്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ടീ ടിപ്പ് സൊല്യൂഷന് ഉപയോഗിക്കുമ്പോൾ അത് പോവിഡോണൈഡിൻ ആകാം, അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള ബയോഫോം ഡിലാവൽ പോലെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതൊരു 30 സെക്കൻഡ് കോണ്ടാക്ട് ടൈമെങ്കിലും മിനിമം അതിന് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ബാക്ടീരിയ ഒന്നും ചാകത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അത് വീണ്ടും അഡർ ഒന്ന് ഡ്രൈ ചെയ്യുക, ടവലൊക്കെ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുക. അതിനുശേഷം മെഷീൻസ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയം തന്നെ മിൽക്ക് ലെറ്റ് ഡൗൺ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഫിസിക്കൽ എക്സാമിനേഷൻ ഫോർ സ്റ്റെപ്പിന് ശേഷം 2 മിനിറ്റിനുള്ളിൽ തന്നെ മിൽക്കിംഗ് മെഷീന് ഘടിപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ ആ ഒരു ഈ ഹോൾ റുട്ടീൻ പ്രൊസീജിയറിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മിൽക്ക് ലെറ്റ് ഡൗണിനെ അത് ബാധിക്കും. അടുത്തത് മിൽക്കിംഗ് മെത്തേഡ്സ് ആണ്. മിൽക്കിംഗ് റുട്ടീനും മിൽക്കിംഗ് മെത്തേഡും ഇത് രണ്ടും ഒരു ഫാമിൻ്റെ പാലുൽപാദനത്തിനെയും പാലിൻ്റെ ക്വാളിറ്റിയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹാൻഡ് മിൽക്കിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന രീതികൾ. അപ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പാല് ടീറ്റിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ടീറ്റ് സ്ട്രീക്ക് കനാലിലും അതുപോലെ തന്നെ സ്ഫിൻക്റ്റർ മസിൽസിൻ്റെയും റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് മിൽക്കിംഗ് ചെയ്യുന്നത് പ്രഷർ അപ്ലൈ ചെയ്ത് ആ റെസിസ്റ്റൻസ് ഓവർകം ചെയ്ത് പാല് പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 3 മെത്തേഡ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഫുൾ ഹാൻഡ് മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫുൾ ഹാൻഡ് മെത്തേഡിൽ പശുവിൻ്റെ ടീറ്റിൻ്റെ നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും അത് ടീറ്റിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫിംഗേഴ്സും അതിനെ എൻസർക്കിൾ ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത്
താഴേക്ക് പാല് വരുത്തുന്ന രീതിയാണ് ഫുൾ ഹാൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് പശുക്കുട്ടി കുടിക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെയും ചെയ്യുന്നത്. അതുപോലെ ഇഞ്ചുറി ഒന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ എന്താണ് റെക്കമെൻഡഡ് പ്രാക്ടീസ് കൂടിയാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തൊരു മിൽക്കിംഗ് മെത്തേഡാണ് നക്ലിങ്. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിഫേർഡ് മെത്തേഡാണ്. കാരണം ഇത് ടീറ്റിന് ഇഞ്ചുറി ഉണ്ടാക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, തമ്പ് എന്ന് പറയുന്നത് ടീറ്റിൻ്റെ നേരെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ തമ്പ് വളച്ച് ആ ടീറ്റിന് നേരെ പ്രസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒട്ടും പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു മിൽക്കിംഗ് മെത്തേഡ് അല്ല. ശ്രദ്ധിച്ചാൽ അറിയാം, ആ തമ്പ് ടീറ്റിന് നേരെ പ്രസ് ചെയ്ത് പിടിച്ചേക്കുകയാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിപ്പിംഗ് ആണ്. സ്ട്രിപ്പിങ്ങിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും ടീറ്റിൻ്റെ ബേസിൽ പിടിച്ചതിന് ശേഷം ആ ടീറ്റിൻ്റെ മുഴുവൻ ലെങ്ത്തും എൻറ്റയർ ലെങ്ത് ഓഫ് ദ ടീറ്റ് നമ്മൾ പ്രസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് മിൽക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ചെയ്യുന്നത് ചെറിയ ടീറ്റുള്ള അനിമൽസിനും അതുപോലെ തന്നെ ലാസ്റ്റ് സ്ട്രിപ്സ് ഓഫ് മിൽക്ക് കൂടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു റെക്കമെൻഡഡ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ പറയുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ ഹാൻഡ് മെത്തേഡ് ഓഫ് മിൽക്കിംഗ് ചെയ്തതിന് ശേഷം സ്ട്രിപ്പിംഗ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മിൽക്കിംഗ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നത്. എ കോമ്പിനേഷൻ ഓഫ് ഇനീഷ്യൽ ഫുൾ ഹാൻഡ് മെത്തേഡ് ഓഫ് മിൽക്കിംഗ് followed by stripping at the end is a good method of milking. അപ്പോൾ ഈ സ്ട്രിപ്പിംഗ് സാധാരണഗതിയിൽ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ റഫായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറിക്കുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് മിൽക്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്ട്രിപ്പിംഗ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വലിയ കൊമേഴ്ഷ്യൽ ഡയറി ഫാമുകളിലൊക്കെ, അതായത് ഒരു മോർ ദൻ 20 cows ഉള്ള ഫാമുകളിലൊക്കെ ഈ ഹാൻഡ് മിൽക്കിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ഫാമുകളിലേക്കാണ് മെഷീൻ മിൽക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. മെഷീൻ മിൽക്കിംഗ് നമ്പർ ഓഫ് ആനിമൽസ് കൂടുന്നതനുസരിച്ച് മിൽക്കിംഗ് പാർലറൊക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ മെഷീൻ മിൽക്കിങ്ങിനകത്ത് ശരിക്കും പറഞ്ഞാൽ കാഫ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് ആ നെഗറ്റീവ് പ്രഷർ വഴിയാണ് പാല് പുറത്തേക്ക് സ്ട്രീക്ക് കനാലിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ് പാല് പുറത്തേക്ക് എടുക്കുന്നത്. ഇതിനകത്ത് അഡ്വാൻറ്റേജസ് റെഡ്യൂസ്ഡ് ലേബർ, ഷോർട്ട് മിൽക്കിംഗ് ടൈം, ഇൻക്രീസ്ഡ് മിൽക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ലെസ് ഇഞ്ചുറി ടു ദ ടീത്ത്. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന മിൽക്കിംഗ് മെഷീൻ ആണെങ്കിൽ ടീത്തിന് ഇഞ്ചുറി ഒന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ലേബർ വളരെ കുറവ് മതി, സമയം കുറച്ച് മതി. അതുപോലെ ക്വാളിറ്റി ഓഫ് ദ മിൽക്കും വളരെയധികം കൂടും. മിൽക്കിംഗ് മെഷീനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. മിൽക്കിംഗ് മെഷീൻ പ്രധാന പാർട്സ് എന്ന് പറഞ്ഞാൽ ടീ കപ്സ്, അതിനകത്ത് പൾസേറ്റർ ഉണ്ടാകും, അതുപോലെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാക്വം പമ്പ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ലാർജ് നമ്പർ ഓഫ് ആനിമൽസിനെ വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിൽക്കിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റീസ് ആണ്. പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റീസിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിമൽ ഷുഡ് നോട്ട് ലൈ ഡൗൺ ടു ദ ഗ്രൗണ്ട് ആഫ്റ്റർ മിൽക്കിംഗ്. കാരണം ഈ സ്ട്രീക്ക് കനാൽ ക്ലോസ്ഡ് ആകാൻ ഒരു 20 minutes to 1 hour വരെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം ഈ സ്ട്രീക്ക് കനാൽ ഓപ്പൺഡ്, പാല് കറന്നതിന് ശേഷം ഉള്ള സമയത്ത് അത് ഓപ്പൺഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പശു താഴെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള മൈക്രോ ഓർഗാനിസംസ് സ്ട്രീക്ക് കനാൽ വഴി അടർന്നകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അനിമൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അനിമൽ കിടക്കത്തില്ല, അത് കഴിച്ചുകൊണ്ട് നിന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ഫീഡ് കൊടുക്കുക. അതിനുശേഷം പോസ്റ്റ് മിൽക്കിംഗ് ടീ ടിപ്പ്, നേരത്തെ നമ്മൾ പ്രീ ഡിപ്പ് പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് മിൽക്കിംഗ് ടീ ടിപ്പും പൗഡോണൈനും എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യുക. അത് ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കും. അതിനുശേഷം ഷെഡ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഫോർ സ്ട്രിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാലൊക്കെ ഷെഡിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ മിൽക്കിംഗ് മെഷീനൊക്കെ ക്ലീൻ ചെയ്യാം. മിൽക്കിംഗ് മെഷീൻ ഒരു അനിമലിൽ നിന്നും മറ്റൊരു അനിമലിലേക്ക് വെക്കുന്നതിന് മുമ്പും വേണമെങ്കിൽ നമുക്ക് ആ ടീത്ത് കപ്സ് ഒക്കെ വേണമെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ എന്തെങ്കിലും മുക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ മിൽക്കിങ്ങിന് ശേഷവും പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ വാട്ടർ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് അത് ക്ലീൻ ആക്കി വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് മിൽക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് റെസിജ്വൽ മിൽക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതും മാസ്റ്റൈറ്റിസിനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് മിൽക്കിങ്ങിന് ശ്രദ്ധിക്കേണ്ടത്.
ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ബൊവൈൻ മാമറി ഗ്ലാൻഡ് ചെയ്യുക, അതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ഇതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഒന്നും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ പ്രീ മിൽക്കിംഗ്, പോസ്റ്റ് മിൽക്കിംഗ്, അതുപോലെ മിൽക്കിംഗ് മെത്തേഡ്സ് ഒക്കെ ഫാമിലൊക്കെ പോകുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുക. പിന്നെ താഴെ 2 അസൈൻമെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നന്ദി. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ OJTക്കും ഫീൽഡ് വിസിറ്റിനൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഹാപ്പി ലേണിംഗ്.